ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ജീവിതത്തിൻ്റെ അവസാന ശ്വാസമായി മാറി. ഇന്നലെ വരെ സംസാരിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് നിശബ്ദമായി റോഡിൽ കിടക്കുന്നു. മരണം ആരെയും അറിയിച്ചല്ല വരുന്നത്, അതൊരു നിമിഷം മാത്രം മതി. നിലത്തു കിടക്കുന്നത് ശരീരം മാത്രം. യഥാർത്ഥ മനുഷ്യനായ ആത്മാവ് ഇതിനകം യാത്ര ആരംഭിച്ചു. ജീവിതം അവസാനിച്ചുവെന്ന് ലോകം കരുതുമ്പോൾ നിത്യതയുടെ വാതിൽ തുറക്കപ്പെടുന്നു. നിന്റെ സമ്പത്തും പ്രശംസയും ഇവിടെ അവസാനിക്കും, പക്ഷേ ആത്മാവിൻ്റെ യാത്ര തുടരും. സൈറൻ മുഴങ്ങുന്നു, ആളുകൾ ഓടിയെത്തുന്നു, പക്ഷേ നഷ്ടപ്പെട്ട ആ ഒരു ജീവൻ ഇനി തിരികെ വരില്ല. മനുഷ്യർ ശരീരം രക്ഷിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ആത്മാവ് ഇതിനകം തൻ്റെ നിത്യയാത്ര ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ആത്മാക്കളും ഒരേ ലക്ഷ്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു. ഭൂമിയിലെ എല്ലാ വ്യത്യാസങ്ങളും ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിലേക്ക്. നീ ആരായിരുന്നു എന്നതല്ല, നീ എങ്ങനെ ജീവിച്ചു എന്നതാണ് ഇനി പ്രധാനം. ഇനി മടങ്ങിപ്പോകാൻ വഴിയില്ല. മുന്നിൽ നിത്യതയുടെ വാതിൽ മാത്രം. ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ നീതിയുടെ സിംഹാസനം. മറച്ചുവെച്ച ഓരോ പ്രവൃത്തിയും, പറഞ്ഞ ഓരോ വാക്കും ഇവിടെ വെളിപ്പെടും. ഇവിടെ സ്വാധീനമില്ല, പണത്തിന് വിലയില്ല. സത്യം മാത്രമാണ് സംസാരിക്കുന്നത്. ഇന്ന് നീ എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളത്തെ നിത്യജീവിതം നിർണ്ണയിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണം അവസാനമല്ല, പുതിയ തുടക്കമാണ്. ഇന്ന് തന്നെ ദൈവത്തിലേക്ക് മടങ്ങി വരിക, കാരണം നാളെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടില്ല. ആമേൻ.